മധ്യപ്രദേശിലെ കോൺഗ്രസിന്റെ മുതിർന്ന നേതാവാണ് ദിഗ്വിജയ് സിംഗ്. അദ്ദേഹത്തിന്റെ സഹോദരനെ ഇപ്പോൾ പാർട്ടിയിൽ നിന്നും പുറത്താക്കിയിട്ടുണ്ട്. അത് അഴിമതി കാണിച്ചതിനോ പീഡനം നടത്തിയതിനോ ഒന്നുമല്ല. നമ്മുടെ യുവരാജാവ് രാഹുൽ ഗാന്ധിയെ വിമർശിച്ചു എന്ന് കാട്ടിയാണ് പുറത്താക്കിയത്. ഇനി അടുത്ത് ശശി തരൂരായിരിക്കുമോ? തീർച്ചയായിട്ടും തരൂരിനെയും പുറത്താക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഈ ദിഗ്വിജയ് സിംഗിൻ്റെ അനുജൻ സഹോദരൻ ലക്ഷ്മൺ സിംഗിനെയാണ് പുറത്താക്കിയത്. അദ്ദേഹം ചെയ്ത കുറ്റം ഈ പെഹൽഗാം ആക്രമണവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് ഒരു അനുശോചന യോഗം സംഘടിപ്പിച്ചു. ആ യോഗത്തിൽ അദ്ദേഹം 5 തവണ രാഹുൽ ഗാന്ധിയെയും റോബർട്ട് വാദ്രയെയും വിമർശിച്ചു. അദ്ദേഹം അവർക്ക് പക്വതയില്ല എന്ന് പറഞ്ഞു. വിമർശിക്കുക എന്ന് വെച്ചാൽ രൂക്ഷമായ വിമർശനമൊന്നുമല്ല, വളരെ ലളിതമായിട്ട് അദ്ദേഹം പറഞ്ഞു ഈ രാഹുൽ ഗാന്ധിക്ക് പക്വതയില്ല, ഇങ്ങനെ വിടുവായത്തനമൊക്കെ വിളിച്ചു പറയുന്നു, ഇത് പാർട്ടിക്ക് ദോഷം ചെയ്യും. ഈ കോൺഗ്രസ് ഒരു ദേശീയ പാർട്ടിയാണ്, ദേശീയത ഉയർത്തിപ്പിടിച്ച പാർട്ടിയാണ്, ദേശത്തിന് വേണ്ടി ഒരുപാട് ബലിദാനികളെ കൊടുത്ത പാർട്ടിയാണ് കോൺഗ്രസ്. നമുക്കറിയാം സ്വാതന്ത്ര്യ സമരകാലത്തൊക്കെ അന്ന് കോൺഗ്രസ് മാത്രമേ ഉള്ളൂ. ആ കോൺഗ്രസിൻ്റെ ഇപ്പോഴത്തെ എന്താ പറയുക ഏറ്റവും വലിയ കോൺഗ്രസ് നേതാവ് ഇന്നിപ്പം മഹാത്മാഗാന്ധിയേക്കാൾ വളരെ ഉന്നത സ്ഥാനത്താണ് ഈ രാഹുൽ ഗാന്ധി ഇരിക്കുന്നത്. ആ രാഹുൽ ഗാന്ധിയെ വിമർശിച്ചു എന്നുള്ളതാണ് കുറ്റം. നേരത്തെ പറഞ്ഞതുപോലെ, ശ്രീജിത്ത് പറഞ്ഞതുപോലെ, അദ്ദേഹം അഴിമതി നടത്തിയതിനോ അല്ലെങ്കിൽ സ്ത്രീകളെ പീഡിപ്പിച്ചതിനോ പെൺകുട്ടികളെ പീഡിപ്പിച്ചതിനോ ഒന്നുമല്ല, മറിച്ച് ഈ പറഞ്ഞതുപോലെ രാഹുൽ ഗാന്ധിയെ വിമർശിച്ചു എന്നുള്ളതാണ്. അപ്പോൾ രാഹുൽ ഗാന്ധിയെ ആരും വിമർശിക്കാൻ പാടില്ല. രാജാവ് നഗ്നനാണെന്ന് ആരും പറയരുത്, മറിച്ച് രാജാവിൻ്റെ ആ നഗ്നത വെള്ള പൂശിക്കൊണ്ട് അതിൻ്റെ മനോഹാരിത, അദ്ദേഹം ധരിച്ചിരിക്കുന്ന വസ്ത്രങ്ങളുടെ, ഇല്ലാത്ത വസ്ത്രങ്ങളുടെ മനോഹാരിത വർണ്ണിക്കുകയാണ് വേണ്ടത്. ഇതാണ് ഇപ്പോൾ കോൺഗ്രസിൻ്റെ അവസ്ഥ. കോൺഗ്രസിൽ തിരുവായ്ക്ക് എതിർവായില്ല. രാഹുൽ ഗാന്ധി എന്തു പറയുന്നു, പ്രതിപക്ഷ നേതാവാണ്, അദ്ദേഹം എന്തു മണ്ടത്തരം പറഞ്ഞാലും അതിനെല്ലാം ആഹാ എത്ര സുന്ദരം, എത്ര ഗംഭീരം എന്ന് പറഞ്ഞ് ശ്ലാഘിക്കുന്ന, അഭിനന്ദിക്കുന്ന, സ്തുതിക്കുന്ന. കാരണം അദ്ദേഹം മണ്ടത്തരങ്ങൾ പറയുമ്പോൾ, രാജ്യദ്രോഹ പ്രസ്താവനകൾ നടത്തുമ്പോൾ അതിനെ പിന്തുണയ്ക്കുക. കാരണം ഈ വിമാനത്തിന്റെ ചോദ്യവുമായി ബന്ധപ്പെട്ട് അദ്ദേഹമാണ് ആദ്യം ഉന്നയിക്കുന്നത്. പിന്നീട് ആ ചോദ്യം ഏറ്റെടുക്കുകയാണ് ഖാർഗെ ഉൾപ്പെടെയുള്ള നേതാക്കൾ. അത് മാത്രമല്ല, ഈ രാഹുലിൻ്റെയും ഖാർഗെയുടെയും ഒക്കെ ഈ ചോദ്യങ്ങളും ഈ പ്രസ്താവനകളുമാണ് പാകിസ്ഥാൻ ലോകരാഷ്ട്രങ്ങൾക്ക് മുന്നിൽ വെക്കുന്നത്. നിങ്ങൾ എന്തായി പറയുന്നത്? ഇന്ത്യക്കുള്ളിൽ തന്നെ അവരുടെ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ ഉള്ളവർ ഈ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടുകയാണ്. ഇതിന് നിങ്ങൾ എന്ത് മറുപടി പറയും എന്ന് ഇന്ത്യയോട് ചോദിക്കുകയാണ്. ഇത് നമുക്ക് വലിയ തിരിച്ചടിയാണ് വാസ്തവത്തിൽ ഈ രാഹുൽ ഗാന്ധിയുടെ ഇടപെടൽ കൊണ്ടുണ്ടാകുന്നത്. പക്ഷേ അതിനെ സമർത്ഥമായി നേരിടാനുള്ള നയതന്ത്ര ബലം ഇന്ത്യക്കുണ്ട്, നയതന്ത്ര വിദഗ്ധർ ഇന്ത്യക്കുണ്ട്. ഈ ചോദ്യങ്ങൾക്കെല്ലാം കൃത്യമായ മറുപടി തെളിവ് സഹിതം പറയാൻ ഇന്ത്യക്ക് കഴിയുന്നു എന്നുള്ളിടത്താണ് നമ്മൾ ഈ രാഹുൽ ഗാന്ധി ഉണ്ടാക്കുന്ന ഈ തലവേദന നിയന്ത്രിച്ച് നമുക്ക് പരിക്കേൽക്കാതെ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ആ രാഹുൽ ഗാന്ധിയെ വിമർശിക്കാൻ പാടില്ല. എന്ത് പോഴത്തരം, എന്ത് രാജ്യദ്രോഹം, എന്ത് വിഡ്ഢിത്തം രാഹുൽ ഗാന്ധി പറഞ്ഞാലും അതിനെയെല്ലാം ഈ പറഞ്ഞതുപോലെ സ്തുതിക്കുകയും. ഒരു കാലത്ത് വലിയ ജനാധിപത്യം ഉൾപാർട്ടി ജനാധിപത്യം ഉണ്ടായിരുന്ന ഒരു പാർട്ടിയാണ് കോൺഗ്രസ്. ഇപ്പോൾ യുവരാജാവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, സോണിയെ കുറിച്ച് പറയുകയാണെങ്കിൽ അവർ പാർട്ടിക്ക് പുറത്താണ്, അവർ പാർട്ടി വിരോധികളായി മാറുകയാണ്. ശ്രീജിത്ത് പറഞ്ഞത് ശരിയാണ്. ഒരു കാലത്ത് കോൺഗ്രസ് ഉൾപാർട്ടി ജനാധിപത്യവും ഈ മാനുഷിക മൂല്യങ്ങളും പറയുന്ന ആ സനാതനമായ മൂല്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്ന ഒരു സംഘടനയാണ്, ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്. പക്ഷേ അതിൻ്റെ ആ കോൺഗ്രസിൻ്റെ ഏറ്റവും സമുന്നതനായ നേതാവാണ് ജവഹർലാൽ നെഹ്റു. ഈ ജവഹർലാൽ നെഹ്റുവിൻ്റെ പരമ്പരയാണല്ലോ ഇന്ദിരയിലൂടെ, രാജീവിലൂടെ ഇപ്പോൾ രാഹുൽ ഗാന്ധിയിൽ വന്ന് നിൽക്കുന്നത്. ഈ നെഹ്റു പ്രധാനമന്ത്രി ആയതിനു ശേഷം ഇന്ത്യൻ പാർലമെൻറ്റിൽ ആദ്യം പാസ്സാക്കിയ ഒരു നിയമ ഭേദഗതി ഏതാണെന്നറിയുമോ? ഫ്രീഡം ഓഫ് സ്പീച്ചിന് കടിഞ്ഞാണിടുന്ന ഒരു നിയമമാണ് നമ്മൾ പാസ്സാക്കിയത്. ഇത് ഇന്ന് വലിയ വായിൽ കോൺഗ്രസ്സിന് വേണ്ടി നിലവിളിക്കുന്ന ഈ ഇടതുപക്ഷത്തെ ബുദ്ധിജീവികൾക്ക് പോലും ഈ സത്യം അറിയില്ല, അറിഞ്ഞാൽ അവരോട്ട് പറയുകയില്ല. കാരണം മോദി വിരോധവും RSS വിരോധവും BJP വിരോധവും ഒക്കെയാണ് അതിന് കാരണം. പക്ഷേ ഇന്ന് സോഷ്യൽ മീഡിയ ഇത്രയും ശക്തമായ ഈ കാലത്ത് ഇതൊന്നും മറച്ചു വെക്കാൻ പറ്റില്ല. നമുക്കറിയാം അമേരിക്കയിലൊക്കെ ആദ്യമുണ്ടായ നിയമ ഭേദഗതി ഫ്രീഡം ഓഫ് സ്പീച്ചിന് വേണ്ടിയിട്ടാണ്. ആ ഫ്രീഡം ഓഫ് സ്പീച്ച് ജനങ്ങൾക്ക് കൊടുക്കുന്നതിനാണ് അവിടെ നിയമത്തിൽ ഭേദഗതി ഉണ്ടായത്. ജനാധിപത്യത്തിൻ്റെ ഏറ്റവും മഹനീയ മാതൃക എന്ന് നമ്മൾ കൊട്ടിഘോഷിക്കുന്ന ഈ നെഹ്റുവിൻ്റെ ഇന്ത്യയിൽ
നെഹ്റു പ്രധാനമന്ത്രിയായിരുന്ന കാലത്ത് ആദ്യം കൊണ്ടുവന്ന നിയമ ഭേദഗതി ഫ്രീഡം ഓഫ് സ്പീച്ചിന് പൂട്ടിടുക, ആ ഫ്രീഡം ഓഫ് സ്പീച്ചിൻ്റെ തുന്നിക്കെട്ടുക എന്നുള്ളതായിരുന്നു. ഇത് എന്തുകൊണ്ട് ഇന്നും ചർച്ച ചെയ്യുന്നില്ല? എന്തുകൊണ്ട് നരേന്ദ്രമോദി 11 വർഷമായിട്ട് ഭരിക്കുന്നു. നരേന്ദ്രമോദി ഏതെങ്കിലും ഒരു പത്രത്തിനെതിരെ, ഏതെങ്കിലും ഒരു മാധ്യമത്തിനെതിരെ, ഒരു ദൃശ്യമാധ്യമത്തിനെതിരെ ഇത്തരത്തിൽ നടപടിയെടുത്തത് നമുക്ക് കേൾക്കാനുണ്ടോ? ഇവിടെ ഏഷ്യാനെറ്റിൻ്റെയും മീഡിയ വണ്ണിൻ്റെയും സംപ്രേഷണം പരാതി കൊടുത്ത് ചിലർ നിലച്ചു. അത് പരാതിയുടെ അടിസ്ഥാനത്തിൽ അതിന് കേന്ദ്ര ഗവൺമെൻറ് ഒരു ദിവസം അത് ബാൻ ചെയ്തു. ആ സമയത്ത് മോഡി ഇടപെട്ടാണ് ആ ബാൻ മാറ്റിക്കൊടുത്തത്. അത് അവിടെ തൊട്ട് കളിക്കണ്ട, ജനങ്ങളുടെ ശബ്ദമാണ്, അത് കേൾക്കട്ടെ, അതിൻ്റെ ശരിതെറ്റുകൾ ജനം തീരുമാനിക്കട്ടെ എന്ന് പറഞ്ഞ് നരേന്ദ്രമോദി ഇടപെടുകയും ആ ബാൻ അല്ലെങ്കിൽ അതിന് നേരെ ഉയർന്ന ആ നടപടി അദ്ദേഹം മാറ്റിക്കൊടുക്കുകയും ചെയ്തു. ഇവിടെ ആ നെഹ്റുവിൻ്റെ ഈ ഫ്രീഡം ഓഫ് സ്പീച്ചിന് പൂട്ടിട്ട നെഹ്റുവിൻ്റെ കൊച്ചുമകൻ്റെ മകനാണ് ഈ രാഹുൽ ഗാന്ധി. ആ രാഹുൽ ഗാന്ധി ലക്ഷ്മൺ സിംഗിനെ പോലെയുള്ള എതിർ സ്വരങ്ങളെ പാർട്ടിയിൽ നിന്ന് പടിയടച്ച് പിണ്ടം വച്ചില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. അവിടെ ദിഗ്വിജയ് സിംഗ് മധ്യപ്രദേശിലെ മുഖ്യമന്ത്രിയായിരുന്നയാളാണ്, നമുക്കറിയാം. ഈ ലക്ഷ്മൺ സിംഗ് മന്ത്രിയായിരുന്നയാളാണ്, കോൺഗ്രസിൻ്റെ സമുന്നതനായ ഒരു നേതാവാണ് മധ്യപ്രദേശിലെ. അവർ വലിയ രാജകുടുംബമാണ് അവിടുത്തെ. അങ്ങനെയുള്ള ലക്ഷ്മൺ സിംഗ് എത്രയോ കാലങ്ങളായിട്ട് കോൺഗ്രസിനോടൊപ്പം പ്രവർത്തിക്കുന്ന ലക്ഷ്മൺ സിംഗിനെ നിഷ്കരണം എടുത്ത് പുറത്തു കളഞ്ഞു. എന്താണ് അദ്ദേഹം ചെയ്ത തെറ്റ്? യുവരാജാവിനെ വിമർശിച്ചു. യുവരാജാവിന് പക്വതയില്ല എന്ന് പറഞ്ഞു. യുവരാജാവ് വിഡ്ഢിത്തം പറയുന്നു, വിടുവായത്തനം പറയുന്നു, ഇത് കോൺഗ്രസിന് നാണക്കേടാണ് എന്ന് പറഞ്ഞു. യുവരാജാവ് മാത്രമല്ല, യുവരാജാവിൻ്റെ അളിയനും മച്ചമ്പിയും വലിയ ദുരിതങ്ങൾ നമുക്കുണ്ടാക്കുന്നു. അവർ ഈ രണ്ടുപേരും ചേർന്ന് ഈ പാർട്ടിയെ നശിപ്പിക്കുകയാണ് എന്നുള്ള അർത്ഥത്തിൽ അദ്ദേഹം സംസാരിച്ചു. അതാണ് ലക്ഷ്മൺ സിംഗ് ചെയ്ത തെറ്റ്. വേറെ ഒരു തെറ്റും ശ്രീജിത്ത് പറഞ്ഞതുപോലെ അദ്ദേഹം അഴിമതി നടത്തിയില്ല, സ്ത്രീപീഡന കേസിൽ പ്രതിയായില്ല, പോക്സോ കേസിൽ പ്രതിയായില്ല, ഇതൊന്നുമല്ല. അദ്ദേഹം ചെയ്ത തെറ്റ് യുവരാജാവിനെ വിമർശിച്ചു, അളിയനെ കുറ്റപ്പെടുത്തി, ഇതാണ്. അപ്പോൾ ഇപ്പോൾ കോൺഗ്രസ് എന്ന് പറയുന്നത് ഒരു സോണിയ ആൻഡ് പരിവാർ കമ്പനി അങ്ങനെയായി മാറിയിരിക്കുകയാണ് എന്ന് ആരെങ്കിലും സപ്പോർട്ട് ചെയ്യുന്ന ഇപ്പൊ പൂർണ്ണമായി കേരളത്തിലെ നേതാക്കളാണല്ലേ, ഉത്തരേന്ത്യയിലെ നേതാക്കളെല്ലാം. ഉത്തരേന്ത്യയിലെ ഒരുപാട് നേതാക്കൾ ഇത് വിട്ടുപോയി. ഇപ്പോൾ കേരളത്തിൽ നിന്നും താമസിയാതെ പലരും വിട്ടുപോകാൻ സാധ്യതയുണ്ട് എന്ന് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നുണ്ട്. തരൂരിൻ്റെ കാര്യം കയ്യാലപ്പുറത്തെ തേങ്ങ പോലെയാണ്, അങ്ങോട്ടോ ഇങ്ങോട്ടോ എങ്ങോട്ട് വേണമെങ്കിലും വീഴാം. കോൺഗ്രസ്സുകാർ വായും വെച്ചുകൊണ്ട് പപ്പുവും കൂട്ടരും മിണ്ടാതിരുന്നാൽ തരൂർ എല്ലാ കാലത്തും കോൺഗ്രസിൽ കാണും. അല്ലെങ്കിൽ തരൂർ കോൺഗ്രസും കളഞ്ഞിട്ട് BJPയുടെ കൂടാരത്തിലേക്ക് പോകുമെന്നുള്ള കാര്യം തീർച്ചയാണ്. ഇത് ആസാമിലെ ഉപമുഖ്യമന്ത്രിയായിരുന്ന ഹിമന്ത ബിശ്വാസിൻ്റെ കാര്യം നമുക്കറിയാം. അദ്ദേഹം ഈ പറയുന്നത് പോലെ രാഹുൽ ഗാന്ധിയെ കാണാൻ വരുമ്പോൾ ഈ വീട്ടിൽ വളർത്തുന്ന നായ്ക്ക് കൊടുക്കുന്ന ഒരു പരിഗണന, അത് നമ്മുടെ ഒരു പെറ്റാണ്. ആ വളർത്ത നായ്ക്ക് കൊടുക്കുന്ന ഒരു പരിഗണന പോലും ഈ ഉപമുഖ്യമന്ത്രിയോട് കാണിക്കുന്നില്ല എന്നുള്ളതാണ്. അതിൽ പ്രതിഷേധിച്ചാണ് അദ്ദേഹം പോയത്. അല്ലാതെ ആശയപരമായ ഭിന്നത കൊണ്ടല്ല അദ്ദേഹം കോൺഗ്രസ് വിട്ടു പോയത്. അവർ ദേശീയവാദിയായ ഒരു നല്ല രാഷ്ട്രീയ പ്രവർത്തകനാണ് ഹിമന്ത ബിശ്വാസ്, ഒരു നല്ല രാഷ്ട്രീയ നേതാവാണ്. അദ്ദേഹം അവഗണന, അവഹേളന, പരിഹാസം ഇതൊക്കെ സഹിക്കാൻ വയ്യാതെ നീ നിൻ്റെ പാട്ടിന് പോകും, ഞാൻ എൻ്റെ വഴി നോക്കിക്കൊള്ളാം എന്ന് പറഞ്ഞ് അദ്ദേഹം കോൺഗ്രസ് വിട്ട് ഇറങ്ങി. അങ്ങനെ പിന്നെ അദ്ദേഹം വന്നു കയറിയത് BJPയുടെ കൂടാരത്തിലാണ്. ഇന്ന് അദ്ദേഹം BJPയുടെ സമുന്നതനായ ഒരു നേതാവാണ്. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളുടെ മുഴുവൻ ചുമതലയും അദ്ദേഹത്തിൽ നിക്ഷിപ്തമാണ്. നമുക്കതിൻ്റെ കൃത്യമായ ഫലം നമുക്ക് കാണാനുണ്ട്. ആസാമിൽ മാത്രമല്ല, ത്രിപുരയിലടക്കം BJPക്ക് വലിയ മുന്നേറ്റമുണ്ടായി. അപ്പോൾ കോൺഗ്രസ്സിലെ നല്ല നേതാക്കളെ രാഹുൽ ഗാന്ധി പടിയടച്ച് പിണ്ടം വെക്കുകയാണ്, അവരെ പുറത്താക്കുകയാണ്. അതിന് കാരണം ലക്ഷ്മൺ സിംഗ് നാളെ BJPയിലേക്കായിരിക്കും വരിക, മറ്റൊരു ഓപ്ഷൻ ഇല്ലല്ലോ. അദ്ദേഹം വേറെ എങ്ങോട്ട് പോകാൻ? രാഷ്ട്രീയ പ്രവർത്തനം തുടരണം. അതുകൊണ്ട് അദ്ദേഹം BJPയിൽ ചേരും. BJPയിൽ ചേർന്ന് കഴിഞ്ഞാൽ അതിന് വലിയ വിമർശനങ്ങളുണ്ടാവും. അതവിടെ നിൽക്കട്ടെ. പക്ഷെ ഞാൻ ചോദിക്കുന്നത്, രാഹുൽ ഗാന്ധി ഇങ്ങനെ കഴിവുള്ള മിടുക്കരായ നേതാക്കളെ എല്ലാം പുറത്താക്കുന്നത് എന്തിനാണ്? കോൺഗ്രസിനെ നശിപ്പിക്കാൻ അദ്ദേഹം ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് അച്ചാരം വാങ്ങിയിട്ടുണ്ടോ? ഈ ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്.